Jambo Africa. God is good all the time. All the time, God is good and that is His nature. Wow. നമ്മളിന്ന് പോകുന്നത് മച്ചാക്കോസ് രൂപതയിലെ ഒരു ചെറിയ ഇടവകയിലേക്കാണ്. നമ്മുടെ യുവവൈദികനായ ആൽജോ കൊമ്പനച്ചൻ ജോലി ചെയ്യുന്ന കൊച്ചിടവകയിലേക്ക്. നല്ലൊരു കലാകാരൻ കൂടിയാട്ടോ നമ്മുടെ ആൽജോച്ചൻ. ആൽജോച്ചൻ ഇന്നൊരു കുടുംബ കുർബാനയ്ക്കാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. കെനിയയിൽ 3 തരത്തിലുള്ള കുർബാന നടക്കാറുണ്ട്. സാധാരണ നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്ന പോലെയുള്ള ബലിയർപ്പണം. രണ്ടാമത് അച്ഛനില്ലാത്ത കുർബാന. അച്ഛന്മാരുടെ ദൗർബല്യം മൂലം പലപ്പോഴും എല്ലാ ഞായറാഴ്ചയും എല്ലാ പള്ളിയിലും കുർബാന ഉണ്ടാവില്ല. അപ്പോൾ കാറ്റഗിസ്റ്റ് നടത്തുന്ന കുദാശ വചനങ്ങളൊന്നുമല്ലാത്ത മറ്റൊരു കുർബാന, അത് ഉദയതി എന്ന് പറയും. മൂന്നാമതൊരു കുർബാനയാണ് വീട്ടിലെ സ്പെഷ്യൽ അവസരങ്ങളിലും ജൂബിലിയും മറ്റു കാര്യങ്ങളിലും അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ വേണ്ടി വീട്ടു കുർബാന നടക്കാറുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനൊരു വീട്ടു കുർബാനയ്ക്കാണ്. അപ്പോൾ നമുക്ക് ആ പ്രദേശത്തുള്ള ജനങ്ങളെയും അവരുടെ ജീവിത രീതികളെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. നമ്മുടെ ആൽജോച്ചൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ലെറ്റ് us go. നമ്മളിപ്പോൾ ഒരു ഹോം മാസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലൊരു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളപ്പോൾ ഈ വഴിക്ക് പോന്നപ്പോഴാണ് ഒരു പുഴയാണ് ഈ കാണുന്നത്. മലയിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം കുത്തി ഒലിച്ച് ഈ പുഴയിലൂടെ വരും. അത് കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ കുറേ കാലമായി മഴ പെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ആൾക്കാർ പുഴയിൽ തന്നെ കുഴി കുഴിച്ച് വെള്ളം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, നമുക്ക് നോക്കാം അവരെന്താ ചെയ്യണമെന്ന്. മാർട്ടിൻ ടാറ്റാ. ആയാ സാസാ ആയാ ആയാ മുസൂരി സാന. ഓയ് ഇറ്റ് ഈസ് സോ ഡീപ്പ്. ഇദ്ദേഹം കഴിഞ്ഞ 1 മാസമായിട്ട് ഈ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രേ. ഏകദേശം ഒരു 30 മീറ്റർ താഴ്ചയ്ക്ക്, ഈ പുഴയുടെ ഉള്ളിൽ 30 മീറ്റർ താഴ്ചയിൽ പോയിട്ടാണ് അവർക്ക് ഈ നല്ല വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വരണ്ട ദേശത്ത് അവർ വെള്ളം കളക്ട് ചെയ്യുന്നത്. അവൻ വളരെ കഷ്ടപ്പെട്ട് 30 അടി കുഴിച്ചെടുത്തത് ആ വെള്ളം അവൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അവനത് ഇവിടെ ചുറ്റുമുള്ളവർക്ക് വിൽക്കുന്നുണ്ട്. ഒരു 20 ലിറ്റർ 10 രൂപയ്ക്ക് വെച്ച് ജനങ്ങളത് വാങ്ങിക്കുന്നു, അവരുപയോഗിക്കുന്നു. ആൽജോച്ചൻ കാര്യമായി പെയിന്റിങ്ങിലുള്ള ആൽജോച്ച സ്തുതിയായിരിക്കട്ടെ. നല്ല വിശേഷം, നല്ല വിശേഷം. ഇത് ആൽജോ കൊമ്പനച്ചൻ, തൃശ്ശൂർ തലൂർ ഇടവാംഗമാണ്. കലോർമയിൽ ഡിഗ്രി പഠിച്ചു. അതിനുശേഷം ഫൈൻ ആർട്സ് കോളേജിൽ തൃശ്ശൂർ തന്നെ ബിരുദവും നേടി കെനിയയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആൽജോച്ച ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു പുതിയൊരു സ്റ്റേഷനാണ്. എ പിക്ചർ ക്യാൻ ടോക്ക് മോർ ദാൻ 1000 വേർഡ്സ്. തീർച്ചയായും. ഞാനിവിടെ ഇവർക്ക് കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു നല്ലൊരു ഹെവൻലി ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. കുറച്ച് മലയാളമൊക്കെ വരച്ച് അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട്, വിശേഷമായിട്ടിരിക്കുന്നു. ആൽജോച്ചന്റെ ദൈവവിളി
എങ്ങനെ കെനിയ മിഷനിലെത്തി? ദേവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കേരള കോളേജിൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വൊക്കേഷനെ കുറിച്ച് ചിന്തിക്കണത്. അച്ഛനായ കൊള്ളാം എന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ ജോർജ് തോട്ടാനച്ഛൻ അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു, ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് സീമ സഭയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ ഫൈൻ ആർട്സ് എൻ്റെ ഒരു ഗ്രാജുവേഷനായിട്ട് ചെയ്യുന്നതും. അത് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാളോട് ചോദിച്ചു, അൽജോ കെനിയക്ക് പോകാൻ റെഡിയാണോ? എന്തിനാ? തിയോളജി പഠിക്കാൻ. തിയോളജി പഠിക്കാനാണ്. ഓക്കെ, ഞാൻ റെഡിയാണ് അച്ഛാ. അങ്ങനെയാണ് കെനിയയിൽ ഇവിടെ തിയോളജി പഠിച്ചു, നാട്ടിൽ പോയി പട്ടം സ്വീകരിച്ചു. ഇപ്പോൾ ഇവിടെ ഈ സംഭവമൊക്കെ ആയിട്ട് ഇവിടെ ദൈവാനുഗ്രഹം, സന്തോഷം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുർബാനയ്ക്ക് പോകല്ലേ? അപ്പോൾ ഇതൊന്നും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോവാം. വഴികളാണ് നമുക്ക്. ഇതുപോലുള്ള വഴിയിലൂടെയാണ് ഓരോ ദിവസവും അച്ഛന്മാർ നടന്ന് കുർബാനയ്ക്ക് പോകുന്നത്. അതും 8-10 കിലോമീറ്റർ നടന്നാണ് ഓരോ വീട്ടു കുർബാനകൾക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തോടണല്ലേ? ഇത് റോഡെന്നാരും വിചാരിക്കരുതിട്ടാ, ഇത് മഴ പെയ്തിട്ടുണ്ടായ തോടാ. നമ്മൾ ഏകദേശം ആൾജോച്ചൻ പറഞ്ഞ വീട്ടുകുർബാനയ്ക്കുള്ള ആ വീടിൻ്റെ സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി 6-7 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ദേ നമുക്ക് മുമ്പേ കുറച്ച് പേര് മുന്നോട്ട് പോകുന്നുണ്ട്. ഓ മുസൂരി മോജാനി സാവ മോജാനി സാവ ബരിക്കവേ സാന ആയ സൻ്റെ. ഈ അമ്മാമ്മ നമ്മളെ കണ്ടപ്പോഴേ വളരെ സ്നേഹപൂർവ്വം ഈ നാരങ്ങ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി പോവായിരുന്നു. അത് നമുക്ക് എടുത്ത് തന്നിരിക്കുക 4 എണ്ണം. ബരിക്കവേ സാന ആയ സൻ്റെ ആയ ബൈ സൻ്റെ. ഓ നല്ല ഓറഞ്ചാണല്ലോ. നല്ല പകരമുണ്ട്. അയ്യോ അത് പോയി, കഷ്ടമുണ്ട്. ഇത് കൊണ്ട് വിളിക്കാം. താങ്ക് യു. ഒരു പീസ് മതി. അൽജോച്ച ഇപ്പൊ നമ്മൾ ആ വീട്ടിലെത്താറായല്ലോ. അതെ, നമ്മൾ എഡ്വേർഡ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ്. വാച്ചെങ്കി ഇത് എഡ്വേർഡ് എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള വീടുകൾ അയൽവക്കക്കാരൊക്കെ പാടുകൂടി ഒരുമിച്ച് ഈ ദേശത്ത് കുറേ കാലമായി മഴ പെയ്തിട്ട്. അപ്പോൾ മഴ പെയ്യുന്നതിന് വേണ്ടി ഒരു ബലിയർപ്പിച്ച് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിവിടെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ഒരു കുമ്പസാരമാണ്. ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത് എല്ലാവരും അവരുടെ പാപസങ്കീർത്തനം നടത്തുന്നു. ഇവിടെ ചെറിയൊരു മരത്തിൻ്റെ കീഴിൽ എല്ലാവരും വരിയായി നിന്ന് കുംസരിച്ച് തിരിച്ചു വരും. പ്രധാനമായിട്ട് ഇന്നിപ്പോൾ നടക്കുന്നത് ഒരു 8-9 മാസമായിട്ട് ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ട്. അപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൃഷി ഉണ്ടാവില്ല. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ കഴിക്കാനും ഉണ്ടാവുള്ളൂ. പട്ടിണി തുടങ്ങി എന്നുള്ളതാണ് സത്യം. വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴ കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഒരുമിച്ച് അച്ഛനെ വിളിച്ച് വികാരച്ചനെ വിളിച്ച് കൂടെ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഈ സമൂഹം ഇന്ന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. ഉള്ളലിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ബലിയർപ്പണത്തിൻ്റെ വേദി ഒന്ന് നിങ്ങൾ നോക്കിയേ. ഇതിൽ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊന്നുമില്ല. തമ്പുരാനോട് പ്രാർത്ഥിക്കുക, തമ്പുരാൻ്റെ കൂടെ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മേശയിൽ അവർ വൃത്തിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊയറൊക്കെ പാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് പാട്ട് പാടി, കൊച്ചുകുട്ടികളും ആടുമാടുകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരും ഈ സർവ്വസമൂഹം ഒരുമിച്ച് സർവ്വസൃഷ്ടിജാലങ്ങൾ ഒരുമിച്ച് തമ്പുരാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ എങ്ങനെയായാലും അനുഗ്രഹിക്കും, നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ വിശ്വാസമാണ് നമ്മളെ ഈ ബലിവേദിയിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പവിത്രതയും പ്രാധാന്യവും സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ് ഇവർ. ദാരിദ്ര്യത്തിലും വരൾച്ചയിലും ഏക ആശ്രയമായ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഈ സമൂഹം ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ
മുഖ്യ കാർമ്മികനായി ഇവിടെ എത്തുന്ന മിഷണറിമാരിലൂടെയാണ് ക്രിസ്തീയ മൂല്യങ്ങളോടെ സഭാ സമൂഹമായി വർത്തിക്കുന്നത്. തങ്ങളുടെ കൈകളിലുള്ള കൃഷിയിടത്തിലെ ഏറ്റവും നല്ലത് കാഴ്ചയായി നൽകി ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച നമ്മുടെ പൂർവികരായ പഴയ ജനതയുടെ വിശ്വാസ തീഷ്ണത ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ആരാധനയുടെ ഔന്നത്യവും എളിമയുടെ ആശ്ചര്യവും വിനയത്തിൻ്റെ കൊടുമുടിയുമായ ലോകത്തിൻ്റെ നാഥൻ രക്ഷയ്ക്കായി ഒരു കഷണം അപ്പത്തിൽ സന്നിഹിതനായി വരുമ്പോൾ വിശുദ്ധിയോടെ സ്വീകരിച്ച് ജീവിതത്തെ സമർപ്പിച്ച് ഇവർ സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്നു. Ini tuanenyo ngai muna tunu te amuadime asa namona naveva mutevu isa niatela endai namu endai nure. Bye. ഓറഞ്ച് തോട്ടം കണ്ടോ? ഇവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മഴ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആശ്രയിച്ചാണ് ചോളവും ബീൻസും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ എപ്പോഴും അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകതയാണ് അത്. അതായത് ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം ഗോഡ് ഈസ് ഗുഡ്. നേച്ചർ വാവ്, അടിപൊളി. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ ബലി ആ വീട്ടിലെ കുർബാന കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ആ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നത്. അവരുടെ തീക്ഷ്ണത, ആ വിശുദ്ധ ബലിയിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം, പാട്ടുകളൊക്കെ പാടി മനോഹരമായിട്ട് താളം പിടിച്ച് അവർക്ക് അവരുടെ കൃഷിഭൂമിയിൽ നിന്നുള്ള ഒരു ഓഹരി ദൈവത്തിന് സമർപ്പിച്ച് ഒക്കെ അവർ എന്ത് മനോഹരമായിട്ടാണ് അതിൽ പങ്കുചേരുന്നത്. അതൊക്കെ കാണുമ്പോൾ കിലോമീറ്ററോളം നടന്ന് അവരുടെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു CMI മിഷണറി ആയിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ അതിൽ ഏറെ അഭിമാനവും കൊള്ളുന്നു. ആൾജോച്ച ഇന്ന് ആ വീട്ടിലെ കുർബാനയും മറ്റെല്ലാ തിരുക്കർമ്മങ്ങളും മനോഹരമായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി എന്താ പരിപാടി? എന്നു വെച്ചാൽ എനിക്ക് എൻ്റെ കുർബാന കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്കൊരു കുർബാന കൂടി ഉണ്ട്. അപ്പോൾ എന്നെ വെച്ചാൽ മാർക്കറ്റിൽ ബ്യൂണി മാർക്കറ്റിൽ ഇറക്കിയാൽ മതി എന്നെ. പിന്നെ പോണ വഴി തന്നെയാണ് നമ്മുടെ അലക്സച്ചൻ ചാവറപ്പള്ളി ഉണ്ട്. നമുക്ക് ഒരു പള്ളി ഔട്ട് സ്റ്റേഷനാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ ഔട്ട് സ്റ്റേഷനിൽ ചാവറപ്പള്ളിയിൽ അലക്സച്ചൻ ഉണ്ട്. അലക്സച്ചൻ നമ്മുടെ 7ാമത് പട്ടം കിട്ടിയ നമ്മുടെ CMI ആള് നമ്മുടെ വലിയ സുഹൃത്തല്ലേ. ധർമാരാമിലൊക്കെ പഠിച്ചിട്ടുള്ള, ബാംഗ്ലൂരൊക്കെ പഠിച്ച നമ്മുടെ അലക്സച്ചൻ. തീർച്ചയായിട്ടും നമുക്ക് പോകണം, യാതൊരു സംശയമില്ല. നമ്മൾ അലക്സച്ചനെ കാണുന്നു. ഓക്കെ ഓക്കെ സാർ. Father Alex, after a long time. Wow, wonderful. How was your journey? It was nice. Very welcome to our St. Chavara Church. ഇതാണ് നമ്മുടെ അലക്സച്ചൻ, CMIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛൻ. കെനിയയിൽ നിന്ന് 7ാമത് പട്ടം കിട്ടിയ CMI അച്ഛനാണ് നമ്മുടെ അലക്സച്ചൻ. And maybe this is the first church in Africa in the name of St. Chavara, isn't it? Yes. Okay. ചാവറച്ചൻ്റെ പേരിലുള്ള ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിയാണ് ഈ സെൻറ്റ് ചാവറ ചർച്ച്.
കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ വരും. ഫാദർ അലക്സ്, വാട്ട് ഈസ് യുവർ പ്രോഗ്രാം ടുഡേ? Today we have planned to go to my house. Oh. My mom is celebrating our feast today. Okay. You can also come with me. ഷുവർ, ഐ വിഷ് ടു സീ യുവർ മദർ ആൻഡ് ഫാമിലി. അലക്സ് അച്ഛൻ്റെ അമ്മയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന് അലക്സ് അച്ഛൻ ഞങ്ങളെയും കൂടി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആൾജോച്ചനൊരു കുർബാനയും കൂടി ഉണ്ടേ. അപ്പോൾ ആ അച്ഛനെ നമ്മൾ അവിടെ നിന്ന് ഒരു ബസ് കിട്ടാൻ വേണ്ടി ഒന്ന് സഹായിക്കും. നമ്മുടെ മാർക്കറ്റിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ആ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് ബസ്സുകൾ കിട്ടുക. അപ്പോൾ ആൾജോച്ചനെ നമ്മൾ ബസ്സിൽ കയറ്റി വിടും. ഞാൻ അലക്സ് അച്ഛനും കൂടി അലക്സ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആയാ അച്ഛൻ്റെ Because when they see ദിസ് ഈസ് കാമ്പ. Alex, your friend. This is very big. Nice one. And spinach. Sava. ഇത് സുക്കുമ വീക്കി. നമ്മുടെ വെജിറ്റബിൾ, നമ്മൾ ചീരലൊക്കെ പോലെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ്. ഇപ്പോൾ ഇതൊരു കെട്ടിന് ഒരു 4-5 ഇലയുള്ളൂ. അതിന് 10 രൂപയാണ് വില. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ നമ്മൾ മാവ് പോലത്തുള്ളൊരു മെയിൻ ഭക്ഷണമാണ്. മെയ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഉഗാളി എന്ന് പറയുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന വെജിറ്റബിളാണ്. ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിക്കും, അത്രയേ ഉള്ളൂ. വളരെ ഇതേ ഓരോ കെട്ടിനും 10 രൂപ വെച്ച്. ഇത് മേരി. അലക്സ് അച്ഛൻ മേരീനെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മേരിയുടെ സുഖപ്പെട്ടു എന്നാണ് ഇപ്പം തന്നെ മേരി പറഞ്ഞത്. അതിനൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. working with the crutches. Oh, Crutches. Now okay. she's fully healed. She can walk. Even she can run. She shared with me one day. So with your prayer she is healed. Yeah. Now that is just fine. ഫാദർ അലക്സ് പറഞ്ഞതേ നമ്മുടെ മേരി ക്രച്ചസിലാണ് നടന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അലക്സ് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ക്രച്ചസ് ഒക്കെ ഉപേക്ഷിച്ച് സുഖമായി ഇപ്പോൾ ആൾക്ക് ഓടാൻ കൂടി പറ്റുന്നുള്ള രീതിയിലാണ്. ഷീ ക്യാൻ റൺ, isn't it? സാവ മേരി അസൻ്റെ വെരി കീവായി. മേ ഗോഡ് ബ്ലെസ്. ഈ മാർക്കറ്റിലെ എല്ലാവരും അലക്സ് അച്ഛനെ അറിയുന്നവരാണ്. നമ്മുടെ അച്ഛന്മാരെയൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ്. കാരണം മിഷണറിമാരെല്ലാവരും അത്രയധികം ജനങ്ങളുമായി ഇടപഴകി അവരോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവാണ്. ഇവിടുത്തെ എല്ലാ മനുഷ്യരും, കൊച്ചു കുട്ടികൾ വരെ എല്ലാവരെയും അറിയുന്നു. നമ്മുടെ ഈ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതും വിൽക്കുന്നതും സ്ത്രീകളാണ്. അലക്സ് അച്ഛൻ്റെ അടുത്തേ ഒരു ദിവസം ഈ സ്ത്രീ മേരി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ കൊച്ചുമകനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവർ അപസ്മാരം മൂലം ഒരുപാട് നുറയും പതയൊക്കെ വായന്നു വരുമായിരുന്നു. അലക്സ് അച്ഛൻ പ്രാർത്ഥിച്ചു. അതുമൂലം ആ കുട്ടി സുഖപ്പെട്ടു എന്നാണ് ഈ അമ്മച്ചി പറയുന്നത്. ഇപ്പോൾ ആ കുട്ടി വലുതായി 8ാം ക്ലാസ് വരെ എത്തി. അലക്സ് അച്ഛൻ ഇന്ന് ഇവരുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ട വൈദികനാണ്. ഈശോയെ പോലെ ഇവരുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് ഇവർക്ക് സൗഖ്യം നൽകുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി സമാധാനവും സന്തോഷവും ആശംസിക്കുന്ന ഒരു വിശുദ്ധ വൈദികനായി ഇന്നും അവരുടെ ഇടയിൽ സജീവനായി നിലകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആൾജോച്ചനെ കുർബാനയ്ക്ക് പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ വേഗം അലക്സ് അച്ഛൻ്റെ കൂടെ അലക്സിൻ്റെ വീട്ടിലേക്കും കൂടി ഒന്ന് പോവാം. അലക്സ് അച്ഛൻ്റെ വീട്ടിലുള്ളവർക്കും അലക്സ് അച്ഛനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ലെറ്റ് us go. Yeah. We are almost reaching your home. Yes, isn't it's it? just very near. Yeah. Okay. Father Alex, what about your vocation? Yes, when I was a small boy, around 6 to 7 years, I had my classmates who used to joke at me and also making some kind of tease to me, telling me, "Oh, Alex, your face looks like a priest." And I used to beat them. Yes. So after my Form 4,
I had not met a priest because after Form 4, usually our ambition will be to go and work. Oh, okay. Okay. Because I was the firstborn in the family. ഓ അലക്സച്ചൻ വീട്ടിലെ മൂത്ത പുത്രനായതുകൊണ്ട് ഫോം 4 കഴിയുമ്പോൾ, അതായത് നമ്മുടെ +2 ലെവലിലുള്ള പരീക്ഷ കഴിയുമ്പോൾ എവിടെയെങ്കിലും ജോലി കിട്ടി വീടിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഒരു ജോലി അന്വേഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. So after my high school, after working, I didn't work for a long time. Only 1.5 years. I was not feeling any kind of satisfaction when I work. 1.5 വർഷം അദ്ദേഹം ജോലി ചെയ്തു കൊക്കക്കോള കമ്പനിയിൽ അണ്ടർ സുപ്പീരിയേഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്തപ്പോൾ ഒരു ഉള്ളിൽ ഇത്തിരിയും കൂടി ഒരു ആഗ്രഹം അച്ഛനാവണമെന്ന്. യെസ്. So later I left the job and came home where I met my parish priest. His name is Father George Kaleli. Then I talked to him. I told him now I left job. I don't know what God wants to me. And I was in a very a state of reflecting about my life. Then Father told me, you can also become a priest. Okay, then you joined in the CMI. Yes. When you got ordained? I was ordained on 1st October, the year 2017. 2017 ഒക്ടോബർ 1-ാം തീയതി അങ്ങനെ CMI സഭയിലെ എല്ലാ ഫോർമേഷനുകളും കഴിഞ്ഞ് അദ്ദേഹം പുരോഹിതനായി CMI സഭയിലെ കെനിയ മിഷനിലെ കെനിയക്കാരനായ 7ാമത്തെ വൈദികനായി പൗരോഹിത്യം തിരുപ്പട്ടം സ്വീകരിച്ച് ഇന്ന് വളരെയധികം ദൈവജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു നല്ല വൈദികനായിട്ട് ജീവിക്കുന്നു. ഇത് ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. നമ്മുടെ അമ്മച്ചി 3-4 കിലോമീറ്റർ നടന്നു പോയിട്ട് തലയിൽ തലച്ചുമടായിട്ട് 10-20 ലിറ്റർ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാ. ഒരു 4 ദിവസത്തെ ആവശ്യത്തിനെങ്കിലും ഈ 20 ലിറ്റർ വെള്ളം അവർ ഉപയോഗിക്കണം. പറ്റിൻറ്റാ ആയാ അസാൻ്റെ ഭരിക്കവേ മനസ്സിലായോ? So we are reaching your home. Yes, this is my home. നമ്മൾ അലക്സച്ചൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. This is called Nyanya Village. This is my mama. Yes. How are you? Good. Karibu nyumbani. This is my brother. This is my sister-in-law. Her name is Esther. This is my brother. His name is John. Oh, John. Nice meeting you. John, it is your wife? Yes. No, your wife, Patrick's wife. I'm sorry. I was just thinking. Then നമ്മുടെ മരിയാൻ മെസ്സി. Very good. അലക്സച്ചൻ പറയുകയാണേ ഇന്ന് അദ്ദേഹം 2 ദിവസത്തെ ലീവ് എടുത്തിട്ട് വീട്ടിലേക്കൊന്ന് വന്നിരിക്കുക. അതുപോലെ തന്നെ ചുറ്റുമുള്ള അയൽവക്കക്കാരെയും വീട്ടുകാരെയും ഒക്കെ കാണാം, അവരെയൊക്കെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുക, പള്ളിയിൽ പോയി ഇടവകയിൽ പോയി കുർബാന ചൊല്ലി. കാരണം അച്ഛൻ ജോലി ചെയ്യുന്നത് ഇവിടുന്ന് 450 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കിട്ടാവ് പാരീഷ്. മക്കിട്ടാവ് പാരീഷിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ 2 ദിവസത്തിൽ അവധി പോലെ അദ്ദേഹം വന്നിരിക്കുകയാണ്. What do you feel about the father in your family? Okay, for us as a family, we are very happy. And Father Alex is it's a special gift from God. So we thank God for everything, and we believe always will be well because His blessings upon us. So we are very happy. It's in fact a blessing unto our family. So we always thank God, and may He continue serving God for the rest of His life. We'll always be happy. എസ്തർ നമ്മുടെ അടുത്ത് പറഞ്ഞതേ അലക്സച്ചൻ നമ്മുടെ കുടുംബത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ്. അലക്സച്ചനോട് ഒരുപാട് സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടി. അതിനേക്കാളപ്പുറം ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അലക്സച്ചൻ പറയാണ് അമ്മയുടെ പെരുന്നാളായിരുന്നു സെൻറ്റ് ബ്രിജിറ്റ് ഫീസ്റ്റ്. സെൻറ്റ് ബ്രിജിറ്റിൻ്റെ ഫീസ്റ്റ് ആയിരുന്നു. അതോടുകൂടി ബന്ധപ്പെട്ടാണ് അലക്സച്ചൻ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നത്. സോ ദാറ്റ് യു കെയിം ടു ദ ഹോം ടു വിഷ് മമ്മ. Father, I'm very happy about my brother being a priest. He has been a blessing to the family, to me. He has also been a good
spiritual leader to the family, and not only to the people around, but to the church, but to the family. Through him, we have seen a lot of blessings, and we have experienced a lot of happiness together as a family. അച്ഛൻ അലക്സ് അച്ഛൻ ഒരു സ്പിരിച്വൽ ലീഡറാണ്. അവരുടെ കുടുംബത്തിന് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ലീഡറാണ്. അല്ലാതെ പള്ളിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ചുറ്റുപാടുള്ളവർക്കല്ല, അവരുടെ കുടുംബത്തിലെയും സ്പിരിച്വലായിട്ട് ലീഡ് ചെയ്യുന്നതിന്, ആധ്യാത്മിക ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നല്ലൊരു ലീഡറാണ് അലക്സ് അച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മോട് പറഞ്ഞത്. അലക്സ് അച്ഛനോട് ഇന്ന് ഞങ്ങളുടെ കുടുംബം ശക്തമായി എന്നാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെയൊക്കെ തമ്പുരാൻ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതിലൂടെ ഞങ്ങളുടെ കുടുംബം സ്ട്രോങ് ആയി. അവർ ഫാമിലി ബിക്കെയിം സ്ട്രോങ്, isn't it? How do you feel about your brother as a priest and for your family? Priest is my pride since childhood up to now. When I was younger, I was looking up to him until when he joined seminary. I also wanted to join. ജോൺ എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ ചേട്ടനെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിനൊരു മാതൃകയാണ്. അദ്ദേഹത്തിനും സെമിനാരി ചേരാൻ, യു ഓൾസോ വാണ്ട് ടു ജോയിൻ ദ സെമിനാരി. അദ്ദേഹത്തിനും ചേട്ടനെ പോലെ സെമിനാരി ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. I was very active because of him. I became a chairman on Sunday school teachers. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇവിടുത്തെ സൺഡേ സ്കൂളിലെ ടീച്ചർ, അവിടുത്തെ ചെയർമാൻ ആയിരുന്നു, നമ്മുടെ നാട്ടിലെ ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയണ പോലെ. അദ്ദേഹം കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ആക്റ്റീവ് ആയത്. isn't it? Sure. Okay, Alex. So we are going, Mama. Thank you so much. Sunday. Bye. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ അലക്സിനെ കണ്ടുമുട്ടുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമായി. ഒരു കെനിയൻ CMI വൈദികൻ എങ്ങനെയായിരിക്കണമെന്ന് വളരെ തീർച്ചയായും നമ്മെ കാണിച്ചു തന്ന അലക്സിൻ്റെ ജീവിതം. ഒരുപാട് സന്തോഷം അലക്സച്ച. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു മിഷൻ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. Thank you so much. God bless you. Okay, we are nice friends. Thank you so much. Sunday. Barikiwe. Sunday. Okay, Father Alex. Thank you so much. എത്ര ദൈവാനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. നമ്മുടെ അലക്സിനൊക്കെ ആ മാർക്കറ്റിലൊക്കെ ചെന്നപ്പോഴേക്കും ജനങ്ങൾ അനുഗ്രഹമാക്കിയതിൻ്റെ അടുത്തേക്ക് വരുന്നു. ആലോചനയായാലും ഇവിടുത്തെ ആൾക്കാരുടെ ഭാഷയൊന്നും അറിയില്ലെങ്കിലും അവർ വീടുകളിലൊക്കെ പോയി കുർബാന ചെല്ലുന്നു. ഇവിടുത്തെ എല്ലാ മിഷണറി വൈദികരും ഇതുപോലെയാണ്. എത്രയോ ആഴത്തിലാണ് ജനങ്ങളോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരോടൊപ്പം ദൈവാനുഗ്രഹത്തിൽ പങ്കുചേരുന്നതും. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എല്ലാ മിഷണറിമാർക്കും വേണ്ടി. അതും നമ്മുടെ മിഷണറി പ്രവർത്തനമാണ്. നമുക്ക് വീണ്ടും കാണാം ജാംബോ ആഫ്രിക്കയുടെ വേറൊരു എപ്പിസോഡിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപാകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയാൽ കർത്തൻ